പക്ഷേ സോളാർ കേസ് എപ്പോഴും നമ്മളത് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. കാരണം ഇത്രമാത്രം ആ കേസിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട അത് ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹം മരണം വരെ അതിന്റെ പാപഭാരം ചുമന്നു എന്നുള്ളതാണ്. ഇപ്പോ അതിൽ ആദ്യത്തെ കത്തിൽ UDF MLA-മാരുടെ പേരില്ലായിരുന്നു, പിന്നീട് എഴുതി ചേർത്തതാണ്. ഈ തുടക്കം മുതൽ ഗണേഷ് കുമാറിന്റെ പേരും ഈ കൊട്ടാരക്കര ബേസ് ചെയ്ത് ചില ഗൂഢാലോചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 പേർ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഇതിൽ UDF MLA-മാരുടെ പേരില്ല, പിന്നീട് എഴുതി ചേർത്തതാണ് എന്നുള്ളത്. എന്തിനാണ് ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടിയുടെ ഇത്ര പക? അറിഞ്ഞൂടാ. ഇവരൊക്കെ തന്നെ ഒരു ഫ്യൂഡൽ പൊളിറ്റിക്സിന്റെ ആചാര്യന്മാരാണല്ലോ. ഈ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യനെ ഉപദ്രവിച്ച കേസ്, അത് സത്യത്തിൽ അതിനുവേണ്ടി മാത്രം പൊക്കിക്കൊണ്ടുവന്നൊരു കേസാണല്ലോ ഈ സോളാർ. ആ കേസിൽ 2 പേരാണ്. എനിക്ക് തോന്നി ഈ ഉമ്മൻചാണ്ടി ഒരിക്കലും ഈ ആ വാർത്ത കേട്ടപ്പോഴേ ഉമ്മൻചാണ്ടിക്ക് സരിത, എന്താണ് സരിതയുടെ മുഴുവൻ പേര്, സരിത എസ് നായരുമായി അവിഹിതമായ ബന്ധമുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, കേട്ട മലയാളികൾക്കൊന്നും വ്യാപകമായി വിശ്വസിക്കാൻ തോന്നിയില്ല. പക്ഷെ നമ്മളത് വിശ്വസിപ്പിച്ച 2 പേർ കേരള രാഷ്ട്രീയത്തിലുള്ളത്. ഒന്ന് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിന് രണ്ടാമത്തെ ആൾ PC ജോർജാണ്. കാരണം ഈ 2 പേർക്കും നമുക്ക് വേറെ ചില തലങ്ങളിൽ നമ്മൾ വിശ്വാസ്യത കൊടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാർ സിനിമയിൽ എന്തായിരുന്നാലും വ്യക്തി ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും അദ്ദേഹം പൊതുജീവിതത്തിൽ കുറെ കൂടി ബോൾഡാണ്. ആരോടും കാര്യങ്ങൾ പറയുകയും മാത്രമല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും താല്പര്യങ്ങളില്ലാതെ പെരുമാറാനും ഈ പൊതുജീവിതത്തിൽ അഴിമതി നടത്താത്തൊരു വ്യക്തിത്വമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാട് ഉമ്മൻചാണ്ടിക്കെതിരായി എടുത്തത്? അത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവനവൻ്റെ ചില കൊച്ചു കൊച്ചു താല്പര്യങ്ങളുടെ പേരിൽ ഇവർ എന്തും പറയുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഗണേഷ് കുമാറിന് വേറൊരു കാര്യമുണ്ട്. ഇവർ 2 പേരും വേറൊരു തരത്തിൽ കളങ്കിതരാണ് താൻ. ഇപ്പോൾ ഈ സരിത എസ് നായരുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ PC ജോർജും അങ്ങനെയാണല്ലോ. PC ജോർജ് ആരും പറയാത്ത പല കാര്യങ്ങളും വളരെ വെട്ടി തുറന്ന് പറഞ്ഞ് ആരോടും എന്തും ഏത് തെറിയും ഏത് ചാനലിലും ഇരുന്ന് പറയാൻ, അല്ല ചിലരോട് തെറി തന്നെ പറയേണ്ടിയൊക്കെ വരും ചില സന്ദർഭങ്ങളിൽ. അപ്പം ഞാൻ പറയുന്നത് ഈ 2 പേരും 2 തരത്തിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കിയവരാണ്, ഗണേഷ് കുമാറും PC ജോർജും. പക്ഷേ ഈ 2 പേരും സരിത എസ് നായരുടെ കാര്യത്തിൽ കളങ്കിതരാണ്. ഒന്ന് സരിതയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണം തന്നെ നമ്മൾ കേട്ടത് സരിതയ്ക്ക് ഗണേഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ. അതിൻ്റെ പേരിൽ അവർക്കൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നതും കേട്ട് ബന്ധപ്പെട്ട അപ്പൊ അത്തരം ആരോപണങ്ങളുണ്ട്. 2 അവരുടെ ഗണേഷിനെ ഇവരുടെ പൂർവ്വ ഭർത്താവ് വന്ന അടി ഉണ്ടാക്കിയ പ്രശ്നമുണ്ട്. ഈ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇഷ്യൂ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സരിത എസ് നായരുമായുള്ള കളങ്കിതമായ ബന്ധമുള്ള ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് നമുക്ക് അതിൻ്റെ ഒരു മറുവശം കൂടി കാണാം. വേറൊന്ന് PC ജോർജിനുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സരിത എസ് നായരുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവരാരും ഇക്കാര്യത്തിൽ സത്യത്തിൽ ഉമ്മൻചാണ്ടി അല്ല കളങ്കിതനെന്നും ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച ഗണേഷ് കുമാറും PC ജോർജും ഒക്കെയാണ് ആ കേസിൽ യഥാർത്ഥ കളങ്കിതരെന്നും ആ കേസ് വന്ന കാലത്തെ നമുക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇത് വളരെ വളരെ ബോധപൂർവം ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നതിലും അതിൽ അഭിരമിക്കുന്നതിലും അത് എൻഗാഷ് ചെയ്യുന്ന അത് ഉപയോഗപ്പെടുത്തുന്നതിലും അത് പ്രയോജനപ്പെടുത്തിയിട്ട് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലുമൊക്കെ സരിത വലിയ തോതിൽ ഒരു കാലത്ത് മുന്നിട്ട് നിന്നിട്ടുമുണ്ട്. അത് നമ്മുടെ പിന്നീട് ബോധ്യമാകും. കാരണം അവർക്ക് നുണ പറയാനും പിന്നീട് അത് മാറ്റി പറയാനൊന്നും യാതൊരു മടിയില്ലാത്തൊരു ക്യാരക്ടറാണ്. കേരളത്തിൽ ധന്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏതാണ്ട് സമാനമായി ഉയർന്നു വന്ന 2 ക്യാരക്ടേഴ്സാണല്ലോ സരിത എസ് നായരും സ്വപ്ന സുരേഷ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. സരിത എസ് നായർ പറഞ്ഞ ഒരു വാക്കും ഇന്നുവരെ വിശ്വസിക്കണമെന്ന് മലയാളിക്ക് തോന്നിയിട്ടില്ല. അവൻ്റെ ഒരു ഫെനി, എന്താണ് വക്കീല്, ഇത് മുഴുവനും കള്ളക്കഥ, എല്ലാം ഫ്രോഡുകൾ. ഇപ്പോൾ സരിത എസ് നായരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കള്ളത്തരം, അല്ലെങ്കിൽ ദുരൂഹം, അല്ലെങ്കിൽ വ്യാജം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചത് ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിനെ എടുത്തു നോക്കൂ. അതിന് സമാനമായിട്ട് പിന്നെ വന്ന പരസ്പരം സമീകരിച്ചുകൊണ്ട് പലരും പറയുന്ന ഒന്നാണല്ലോ സ്വപ്ന സുരേഷിൻ്റെ കേസ്. സ്വപ്ന സുരേഷിൻ്റെ കേസിൽ അവരുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയോ?
അവരുടെ കേസ് എവിടെ എത്തി, അവർ ഉന്നയിച്ച ഇഷ്യൂസ് എന്തായി, ആ കേസുകൾ എങ്ങനെയൊക്കെ അട്ടിമറിച്ചു, അതിൽ ഏതൊക്കെ രാഷ്ട്രീയക്കാർ പ്രതികളാണ്. പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരുപാട് പേരെ, സ്പീക്കർ ഉൾപ്പെടെയുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെടുവോ, അത് അന്വേഷണം നടക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ സ്വപ്ന സുരേഷിന്റെ ഒരു വാക്കും ഇതുവരെ മലയാളി അവിശ്വസിച്ചിട്ടില്ല, അല്ലേ? അത് അവരുടെ ഏറ്റവും വലിയ വിജയമാണത്. എത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ പറയുന്ന ഒരു വാക്ക്. അവരൊരു പുസ്തകം എഴുതി. എപ്പോഴാണ്? ശിവശങ്കറിന്റെ ഒരു പുസ്തകം വന്നു. എന്തായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്? അശ്വത്ഥാമാവ് വെറും ഒരു ആനയല്ല എന്നോ എന്തോ പറഞ്ഞിട്ടൊരു പുസ്തകം. ഞാൻ ആ പുസ്തകം അന്നത്തെ ഒരു രാഷ്ട്രീയ കൗതുകം കൊണ്ട് വായിച്ചു നോക്കി. 4 പേജ് വായിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കെട്ടുകഥയാണ്. പെട്ടെന്നൊക്കെ ഒരു ബുക്ക് എഴുതാൻ പറ്റില്ല പക്ഷേ. ആ പുസ്തകം വന്നപ്പോൾ അതിന്റെ പ്രകോപനത്തിലാണ് സ്വപ്ന മറ്റേ പുസ്തകം പത്മവ്യൂഹം, ചതിയുടെ. ആ പുസ്തകം ആദ്യത്തെ പേജ് വായിക്കാനെടുത്ത ഒരാളും അവസാനത്തെ പേജിലെത്താതെ നിർത്തൂല, അവസാനത്തെ വരി വരെ. മാത്രമല്ല ആ പുസ്തകത്തിലെ ഓരോ വാക്കും നമ്മൾ വിശ്വാസത്തിലെടുത്തു. കാരണം അക്ഷരങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്. മാത്രമല്ല അവരുടെ വാക്കുകൾക്ക് പൊതുവെ അവർ സംസാരിക്കുമ്പോഴും ആ വിശ്വാസ്യതയുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു മുഖം സത്യസന്ധമായി ലോകത്തോട് പറഞ്ഞ ഒരാളാണ് സ്വപ്ന സുരേഷ്. സരിത എസ് നായരാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഹീനമായ മുഖം ഏറ്റവും ഹീനമായി വിനിയോഗിച്ചിട്ട് ഏറ്റവും താരതമ്യേന ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള വലിയ മനുഷ്യരെ അനാദരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാൻ ഒരു മടിയും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ ചെയ്യുമല്ലോ. ഒരു ചെറിയ കുഴപ്പക്കാരനാണെങ്കിൽ അവനൊരു പണി കൊടുക്കാന്നൊക്കെ വിചാരിക്കാം. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് പണി കൊടുത്തിട്ട് എന്ത് കിട്ടാന്? ആ സാധു മനുഷ്യൻ ഏത് രാഷ്ട്രീയത്തിലുള്ളവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു നേതാവ് ആയിരുന്നല്ലോ. മറിയാമ്മ ചേട്ടത്തി പറഞ്ഞു. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം, അത് നല്ല നേതാക്കൾക്കൊക്കെ കാണുമായിരിക്കും, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഈ സരിതയുടെ കേസ്, ഗണേഷ് കുമാറിന്റെ ചരടുവലികൾ, PC ജോർജിന്റെ വളരെ ഹീനമായ പ്രചാരണം, ഇതൊക്കെ നടക്കുമ്പോഴും മറിയാമ്മ ചേട്ടത്തി പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പറഞ്ഞു, അത് വളരെ ബോൾഡായിട്ട് അവർ പറഞ്ഞു, സതീശനൊക്കെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ അന്ന് ആ മനുഷ്യൻ ഉരുകിത്തീരുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളവർ കോൺഗ്രസ്സുകാരെ അത് ആസ്വദിച്ചു. കാരണം അത് വലിയൊരു സൂര്യബിംബത്തിന് ഇങ്ങനെ കല്ലെറിയാണല്ലോ. അപ്പൊ ആ ബിംബം ഒന്ന് തകർന്നു കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് വളരാമെന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ട്. അവരൊന്നും തന്നെ അന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ടില്ല. അവർക്കൊന്നും നമുക്ക് തോന്നുന്ന അവിശ്വാസം പോലും അവർക്ക് തോന്നിയില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ എങ്ങനെയൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ നിശബ്ദം മൗനം കൊണ്ടെങ്കിലും അതിനെ ഈ സരിതാ നായരെയും ഗണേഷ് കുമാറിനെയും PC ജോർജിനെയും ഒക്കെ സമർത്ഥമായി പിന്തുണച്ചവരാണ് കോൺഗ്രസിലെ തന്നെ മഹാഭൂരിപക്ഷം. നിശബ്ദമായി ഇട്ടെങ്കിലും പിന്തുണച്ചവരാണ്. വളരെ പരസ്യമായി ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഒന്ന് എടുത്തു നോക്കൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ മറിയാമ്മ ചേട്ടത്തി പിന്നീട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ആരും ഉണ്ടായിരുന്നില്ല ആ മനുഷ്യൻ കണ്ണീരോട്. ഇപ്പം എല്ലാവരും വാഴ്ത്തുന്നു. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാവരും വാഴ്ത്തുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിന് സ്മാരകം ഉണ്ടാക്കുന്നു. അത് ഇങ്ങനെ അല്ല ഒരു നേതാവിനോട് പെരുമാറേണ്ടിയിരുന്നത് എന്ന് അവർ പിന്നീട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ കേസിൽ ഒരു കാര്യം കൃത്യമാണ്. ഈ സരിത എസ് നായർ എഴുതിയ കത്ത്, സരിത എസ് നായർ എന്ന ക്യാരക്ടർ മൊത്തം എടുത്താൽ ഒരു വ്യാജ നിർമ്മിതിയാണ്. അപ്പോൾ അവരുടെ കത്ത്, ജയിലിലിരുന്ന് എഴുതിയ കത്തുകൾ, ആ കത്തുകൾ പിന്നെ പേജ് കൂടുന്നു, കുറയുന്നു, കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇത് മുഴുവൻ തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ 2 മുഖം കേരളത്തിന് അനുദിനം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഗണേഷ് കുമാറിനെ കുറിച്ച് നല്ലത് പറയാൻ അവസരം കിട്ടിയാൽ അത് പറയാൻ മടിക്കാത്തവരാണ് മലയാളി. പക്ഷേ ഗണേഷ് കുമാറിന്റെ ദുർമുഖം ഓരോ ദിവസവും പല കാരണങ്ങളാൽ പല വഴിയിലായിട്ട് വെളിപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ സരിതാ നായരുടെ ജയിലിലെ കത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 4 പേര് വെളിപ്പെടുത്തിയിരിക്കുന്ന പരമാർത്ഥം. ഗണേഷ്, അങ്ങേക്ക് ഒരുപാട് നല്ല മുഖങ്ങളുണ്ട്, പക്ഷേ അതിനെയൊക്കെ വിഴുങ്ങിക്കളയുന്ന തരത്തിലുള്ള പൈശാചികമായൊരു മുഖവും അങ്ങേക്കുണ്ട് എന്ന് ഗണേഷ് കുമാറിനോട് ഈ സമയത്ത് നമുക്ക് പറയേണ്ടിയിരിക്കും.